മാങ്കൂട്ടം ചുരം മീതിയടിപ്പാറയിൽ ഒരു കാറ് കൊക്കയിൽ വീണു. ആരും അറിഞ്ഞില്ല. ബാലകൃഷ്ണൻ എന്നയാൾ പിന്നീട് കാറിനാകെ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടു. മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു. കണ്ണൂർ മുണ്ടയാട് ഏളയാവൂർ കോഓപ്പറേറ്റീവ് ബാങ്കിനടുത്ത് താമസിക്കുന്ന ബാലു എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് കുടകിനടുത്ത് ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ അവിടെ ആഴ്ചയിൽ 3 ദിവസം നിൽക്കും. പിന്നീട് അദ്ദേഹം കണ്ണൂർ മുണ്ടയാട് എളയാവൂർ വീട്ടിലെത്തും. 2-3 ദിവസം നിന്നിട്ട് വീണ്ടും പോകും. ഇതാണ് ബാലകൃഷ്ണൻ എന്ന ബാലു ആഴ്ചയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ. അദ്ദേഹം പതിപോലെ മാങ്കൂട്ടം ചുരം മെതിയടിപ്പാറ വഴി വന്നു. തിങ്കളാഴ്ച വെളുപ്പിനെ വീട്ടിലെത്തും എന്നാണ് പറഞ്ഞത്. ഈ കുടക് പോലീസ് സ്റ്റേഷൻ അതിർത്തിപ്പെട്ട ഈ സ്ഥലത്ത് വളരെ അപകടം പതുങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. ഞാൻ ആ വഴിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ മെതിയടി പാറയ്ക്കൂടെ എന്ന് പറഞ്ഞാൽ സിസാക്ക് വളവാണ്, വലിയ ഉയരമാണ്, പാറക്കെട്ടുകളാണ്, അവിടെ ഫോറസ്റ്റ് ഏരിയയാണ്. ആ വഴി കാർ ഓടിക്കുന്നത് വലിയ റിസ്ക്കിയാണ്. ഇദ്ദേഹം രാത്രിയിലായിരിക്കണം പോന്നിരിക്കുന്നത്. എന്തായാലും വീട്ടിൽ വിളിച്ചു പറഞ്ഞ് ഞാൻ അങ്ങ് വരികയാണ്, തിങ്കളാഴ്ച വെളുപ്പിനെ വീട്ടിലെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇതുപോലെ റിസ്ക്കിയായ റൂട്ടുകളിലൊക്കെ ഒരു വാഹനം പോകുമ്പം മറ്റൊരു വാഹനത്തിൻ്റെ പിന്നിലോ പുറകിലോ ഒക്കെ ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. ഒറ്റയ്ക്ക് ഇതുപോലെയുള്ള സ്ഥലത്തു കൂടി വാഹനം ഓടിക്കുന്നത് അപകടകരമായ, അപകടം ഉണ്ടായാലും സഹായിക്കാൻ ആരും കാണില്ല. ഫോറസ്റ്റ് ഏരിയയാണ്, കിഴുക്കാൻ തൂക്കായ കുന്നുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരും ആ വഴി യാത്ര ചെയ്യുന്നവരും പല സ്ഥലങ്ങളും നമുക്കറിയാം, എല്ലാവരും ഇപ്പോൾ യാത്രയിലാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, മഞ്ഞുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മുൻവശം കാണാനൊക്കില്ല. മറ്റു വാഹനങ്ങളൊപ്പം സഞ്ചരിക്കണം. അതിൻ്റെ വലിയ വാഹനത്തിൻ്റെ പിന്നിൽ കൂടെ സഞ്ചരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇവിടെ എന്തായാലും ഇദ്ദേഹം സ്ഥിരം വരുന്ന റൂട്ടായതുകൊണ്ടായിരിക്കാം ഒറ്റയ്ക്ക് പോകുന്നു രാത്രിയിൽ. ഈ മെതിയടി പാതയുടെ അവിടെ എത്തിയപ്പം കാർ കൊക്കയിലിട്ട് മറിഞ്ഞു. അതിനുശേഷം അത് വലിയ തിക്ക് ഫോറസ്റ്റുള്ള ഏരിയയാണ്. വലിയ ആഴത്തിലേക്ക് ഈ കാറ് മറിഞ്ഞു വീണു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മൊബൈലിൽ കൂടി വിവരം അറിയിക്കാൻ പറ്റിയില്ല. അവിടെ റേഞ്ച് ഇല്ല, വളരെ ഡീപ്പ് ഫോറസ്റ്റാണ്. ഏതായാലും ഹോം സ്റ്റേയിൽ നിന്ന് പുറപ്പെട്ടപ്പം ഭാര്യയെ വിളിച്ചറിയിച്ചത് ഞാൻ വരികയാണ്. അതുകൊണ്ട് രാവിലെയായിട്ടും എത്താത്തത് കൊണ്ട് അവർ അവിടെ കൊടക് പോലീസിനെ അറിയിച്ചു, നാട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ അറിയിച്ചു. ഏതായാലും കൊടക് പോലീസും ബന്ധുക്കളും അവർ ഈ റൂട്ട് മുഴുവൻ പരിശോധിച്ച് വന്നു. അവർ ചുരം മെതിയടി പാറയിലെത്തിയപ്പം അവർക്ക് സംശയം തോന്നി. ആ ഏരിയ മുഴുവൻ പരിശോധിച്ചപ്പം വലിയ ആഴത്തിലുള്ള ആ പാറക്കെട്ടിൻ്റെ മുകളിൽ അടിയിൽ ഒരു കാർ കണ്ടു. അവർ പരിശോധിച്ച് കാറിൻ്റെ അവിടെ ഇറങ്ങി. പരിശോധിച്ച കാറിന് അകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് ബാലകൃഷ്ണൻ, മരണപ്പെട്ടിരിക്കുന്നു. ആ വീഴ്ചയിൽ തന്നെ മരിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇഞ്ചോർഡ് ആണെങ്കിലും ഒന്ന് ഫോൺ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഫോൺ കൈവശം ഉണ്ടെങ്കിലും റേഞ്ച് ഇല്ല. വളരെ ഡീപ്പ് ഫോറസ്റ്റാണ്, വലിയ ആഴത്തിൽ ചെന്നാണ് വീണിരിക്കുന്നത്. ചിലപ്പം നമുക്ക് അടുത്ത് തൊട്ട് പുറകിലെ മുന്നിൽ ആളുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷിച്ച് ചിലപ്പം ബാലകൃഷ്ണനെ രക്ഷപ്പെടുത്താമായിരുന്നു. അതിനും അവസരം നശിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള റൂട്ടുകളൊക്കെ പോകുമ്പം മറ്റു വാഹനങ്ങളുടെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുക, ധൃതി പിടിച്ച് പോകരുത്. പ്രത്യേകിച്ച് രാത്രിയിലാകുമ്പം ഒറ്റയ്ക്കാണെങ്കിൽ അപകടം ഉണ്ടായാലും മുന്നിലുള്ള വാഹനമോ പിന്നിലുള്ള വാഹനമോ ഒക്കെ അത് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും പരിക്കേറ്റ് നമുക്ക് ആശുപത്രിയിലെത്തി രക്ഷപ്പെടാനും കഴിയും. ഇവിടെ ഇത്ര ആഴത്തിൽ, ഇത്ര ഗർത്തത്തിലേക്ക് വീണ ബാലകൃഷ്ണനെ പറ്റി ആർക്കും ഒരു അറിവില്ല. അദ്ദേഹത്തിനോട്ട് വിളിക്കാനും പറ്റിയില്ല. അദ്ദേഹം ആ വീഴ്ചയിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടിരിക്കാനാണ് സാധ്യത. ഏതായാലും തിങ്കളാഴ്ച പോലീസിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംശയം തോന്നി. കുടക് പോലീസും ബന്ധുക്കളോട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ കാറ് കിടക്കുന്നത് കണ്ടു. ഏതായാലും ചൊവ്വാഴ്ച ആ കാറിൻ്റെ അടുത്തെത്തി അവരെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് കുടുങ്ങി മരിച്ചു കിടക്കുന്ന ബാലകൃഷ്ണനെയാണ് കണ്ടത്. ഏതായാലും ഇന്നലെ അവിടുന്ന് ഡെഡ് ബോഡി എടുത്തു, പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി. ഇന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണൂർ
മുണ്ടയാട് വീട്ടിലെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുടക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അത് വിരാജ്പേട്ടയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി. അതിനുശേഷം ഡെഡ് ബോഡി വീട്ടുകാരെ ഏറ്റെടുത്തു. ഇന്ന് പയ്യമ്പലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കുകയാണ്. ഏതായാലും കുടക് വിരാജ്പേട്ട റൂട്ട് വളരെ സൂക്ഷിക്കുന്ന ആൾക്കാർ. ആ ഭാഗത്ത് ഫോറസ്റ്റാണ്, അവിടെ വൈൽഡ് ആനിമൽസ് ഉണ്ട്. അതുകൊണ്ട് അത് തന്നെയല്ല, ഒറ്റയ്ക്ക് കാറിലായാലും ശരി അപകടം വരുത്തി വെക്കുന്ന ഏരിയകളാണ്. അതുകൊണ്ട് മറ്റു വാഹനങ്ങളുടെ ഒപ്പം വേണം സഞ്ചരിക്കുക. ഏതെങ്കിലും അപകടം ഉണ്ടായെങ്കിൽ തന്നെ നമുക്ക് അത് സഹായത്തിന് ആളെത്തും. നമ്മൾ ഈയിടെ കണ്ടല്ലോ, കുറേ അവിടെ ഒരു അപകടം മലബാർ ഏരിയയിൽ ആ ചുരത്തിൽ കൂടെ പോയ സമയത്ത് മുകളിൽ നിന്ന് താഴോട്ട് ഒരു വാഹനം വീണു, 9 പേര് മരിച്ചു. അത് മലപ്പുറം ജില്ലയിലെ അവിടുത്തെ സ്കൂളിൽ നിന്ന് പോയ അവിടുത്തെ ലാസ്റ്റ് ഗൈഡ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും കുട്ടികളുമൊക്കെ ആയിരുന്നു. 9 പേരുടെ മരണം കണ്ടു. അവർ മുകളിലത്തെ വളവിൽ നിന്ന് താഴെ 3-4 വളവിലെ താഴെയുള്ള റോഡിലേക്ക് വന്ന് പതിച്ച് വീഴുന്നതാണ്. അവിടെ വെച്ചാണ് എത്രയും പേര് 9 പേരും മരണപ്പെട്ട ദുഃഖകരമായ ഒരു സംഭവം മലപ്പുറത്തു നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള റിസ്കി ആയിട്ടുള്ള പ്ലേസിൽ കൂടെ ഒന്നും കുട്ടികളുമൊക്കെ ആയിട്ടൊന്നും പോകരുത്. കഴിവുള്ളിടത്തോളം അങ്ങനെയുള്ള പ്രദേശത്ത് നമ്മുടെ യാത്ര ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപകടം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മൾ ദൈനംദിനം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിവുള്ളിടത്തോളം ആ പ്രദേശത്തൂടെയുള്ള ടൂറിസത്തിനായാലും ശരി അല്ലാതെ ആയാലും ശരി യാത്രകൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ സഹായമൊന്നും ലഭിക്കില്ല. അത് രാത്രി കാലങ്ങളിൽ യാത്ര അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.